അസ്ഥികളെ കുറിച്ച് പഠിച്ചാൽ നോക്കാം. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ ഏകദേശം 300ഓളം അസ്ഥികളാണ് ഉണ്ടായിരിക്കുക. ഇത് പ്രായപൂർത്തി എത്തുമ്പോൾ ഇതിൽ പല അസ്ഥികളും കൂടിച്ചേർന്നിട്ട് അത് 206 എന്ന എണ്ണമായിട്ട് ചുരുങ്ങുന്നു. അസ്ഥികളിൽ കാണുന്ന രണ്ട് തരം സംയുക്തങ്ങളാണ്, ഒന്ന് കാൽസ്യം ഫോസ്ഫേറ്റ്, രണ്ട് കാൽസ്യം കാർബണേറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം അത് കാൽസ്യം, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം അത് ഓക്സിജൻ. കാൽസ്യത്തിന്റെയോ ഫോസ്ഫറസിന്റെയോ വൈറ്റമിൻ ഡിയുടെയോ കുറവ് മൂലം അസ്ഥികൾക്കുണ്ടാകുന്ന 3 രോഗങ്ങളാണ്. ഒന്ന് കണ അഥവാ റിക്കറ്റ്സ, 2 ഓസ്റ്റിയോ മലേഷ്യ, 3 ഓസ്റ്റിയോ പോറോസിസ്. 206 അസ്ഥികളെ രണ്ടായി തരംതിരിക്കാം. അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 80. അതിൽ ഉൾപ്പെടുന്നത് തലയോട്, നട്ടെല്ല്, മാറല്, വാരിയല്. ഓരോരുത്തരുടെ എണ്ണം വ്യക്തമായി തന്നിരിക്കുന്നു, പഠിക്കാം. അനുബന്ധാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 126. അതിൽ ഉൾപ്പെടുന്നത് തോളല്, കൈകൾ, ഇടുത്തല്, കാലുകൾ. ഓരോരുത്തരുടെ എണ്ണം വ്യക്തമായി തന്നിരിക്കുന്നു, കൃത്യമായി പഠിക്കുക.